ഹലോ ദേ എൻ്റെ കയ്യിൽ ഈ പുതിയ എന്താണെന്നറിയാമോ? എനിക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇന്നൊരു സ്ഥലത്തേക്ക് പോകുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നത് പറയാം. ദാ എങ്ങനെയുണ്ട്, ബ്ലാക്കിൽ ഒരു റെഡ് റെഡിഷ് ഓറഞ്ച് ആയിട്ടുള്ള കോമ്പിനേഷനുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നമ്മൾ ഒരുങ്ങി സുന്ദരിയായിട്ട് നേരെ പോകുന്നത് നമ്മുടെ ലുലുവിലേക്കാണ്. വേറെ അങ്ങോട്ടേക്ക് പോകാനാണ്. അവിടെ ഈ ഫ്ലവർ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. കുറേ ചെടികളും ഒക്കെ വിൽക്കാൻ കൊണ്ടിട്ടിട്ടുണ്ട്. ഏതൊരു സ്ഥലത്തും ഒക്കെ അതിങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ പോയി നമ്മൾ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. കുഞ്ഞു ബ്രെഡിൻ്റെ ഒരു സാൻഡ്വിച്ച് മേടിച്ചു. ഷെബീസിൻ്റെ സ്ട്രോബെറി ക്രീം അത്ര ടേസ്റ്റ് ഇല്ല, എന്നാൽ അതൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് മാർക്കറ്റിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ മേടിക്കണം. അതൊക്കെ ആലോചിച്ച് വെച്ചിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ കണ്ണി കണ്ടതൊക്കെ മേടിക്കും. അപ്പം നമ്മൾ ആദ്യം ഈ ഏരിയയിൽ എടുത്തു. അത് കഴിഞ്ഞാൽ ബിരിയാണി ചെമ്പ് മേടിക്കണം ഞാൻ കുറേ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നല്ല റേറ്റാണ്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ ഉള്ളതിന് 5000 6000 ഒക്കെ നെറ്റി കിടക്കണം. അപ്പം ഇവിടെ ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരെണ്ണം എടുത്തത്. ആ കുഞ്ഞു കരയുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് കരച്ചിലല്ല, ഇത് വാശിയാണ്, വാശിയുടെ കരച്ചിൽ. അവൾക്ക് എന്ത് വേണമെന്ന് അറിയാമോ? ക്ലേ വേണമെന്ന്. ക്ലേ മേടിച്ചു കൊടുത്താൽ അവിടെയൊക്കെ ഒട്ടിച്ച് വെക്കും. വീട്ടിൽ കൊണ്ടുവന്ന് എല്ലായിടത്തും ഒക്കെ ഒട്ടിച്ചു വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു മേടിച്ച് തരില്ല എന്ന് പറഞ്ഞു. ഭയങ്കര കരച്ചിലാണ്. ഞാൻ സ്റ്റീമർ നോക്കിയായിരുന്നു കേട്ടോ, എനിക്ക് സ്റ്റീമറും വേണം. അവസാനം വാശിയുടെ മുന്നിൽ നമ്മൾ മുട്ടുകുത്തി നമ്മൾ മേടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ പോയത് ഡേറ്റ്സ് മേടിക്കാനാണ്. നമ്മൾ എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്കും ഡേറ്റ്സ് മേടിക്കും. ഇവിടെ പല ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഉണ്ട്, അതായത് പല പ്രൈസ് റേഞ്ചിലുള്ള, നല്ല വില കൂടിയതുണ്ട്, മീഡിയം റേഞ്ച് ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. അങ്ങനെ ഡേറ്റ്സ് ഫെസ്റ്റിവൽ തന്നെ നടക്കുകയാണ്. കാര്യം നമ്മുടെ നോമ്പ് കാലമല്ലേ ഉള്ളത്, അപ്പോൾ പിന്നെ ഫെസ്റ്റിവൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ പോയത് മുകളിൽ നമ്മുടെ ഒരു മിക്സി നോക്കാനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മിക്സിയാണ്. അതിൽ നമ്മൾ ഹെയർ ഓയിലിൻ്റെ സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊടിച്ചൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഹെയർ ഓയിൽ സ്റ്റോക്ക് തീരാറായി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആവശ്യമുള്ളവരെല്ലാവരും ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തോളണേ. അങ്ങനെ മിക്സിയുടെ ഇപ്പം മിക്സി നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ നമ്മൾ നോക്കി നമ്മൾ പല കടയിലും കയറി ചോദിക്കും റേറ്റൊക്കെ. അങ്ങനെ നോക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ബൈ.